ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമവചന ധ്യാനം ക്ലാസ് 65. ഉത്പത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു വചനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്നാൽ മനുഷ്യഹൃദയം ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. മനുഷ്യഹൃദയം ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വചനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇതോടുകൂടി നോഹയുടെ പ്രളയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട ദൈവശാസ്ത്രം നമ്മൾ ഏകദേശം ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി, പക്ഷേ എന്നാലും പൂർണ്ണമാകുകയാണ്. മനുഷ്യഹൃദയം തുടക്കം മുതലേ ദുഷിച്ചതാണ് എന്ന് ചില പരിഭാഷകളിൽ കാണാം. ജന്മനാ ദുഷിച്ചതാണ്, അല്ലെങ്കിൽ ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നൊക്കെ. മനുഷ്യന്റെ വീടാണ് ഭൂമി. ഈ ഭൂമി, മനുഷ്യന്റെ വീടായ ഭൂമിയെ വിശുദ്ധീകരിക്കുന്നതിന് ജലപ്രളയത്തിന് കഴിഞ്ഞു. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അതിന് മാറ്റം വന്നില്ല. പാപത്തിന് അന്തിമ പരിഹാരം കാണാൻ ജ്ഞാനസ്നാന ജലം വരെ കാത്തിരിക്കണമായിരുന്നു. പുതിയ നിയമത്തിലെ ജലപ്രളയത്തിലെ ജലം പോരാ. ജ്ഞാനസ്നാന ജലം മനുഷ്യഹൃദയത്തെ പാപത്തിലും ശുദ്ധീകരിക്കുകയും ആത്മാവിന്റെ സ്നേഹത്താലും ജീവനാലും അതിന് നവീകരിക്കുകയും ചെയ്യും. സ്ലീഹന്മാർ നടപടി 2:38, 15-ാമത്തെ അധ്യായം 8 മുതൽ 9 വരെ, റോമാലേഖനം 5:5, കത്തോലിക്ക സഭയുടെ മതപനം 1219. അപ്പോൾ പ്രളയജലം നോഹയുടെ കാലത്തെ ജ്ഞാനസ്നാന ജലത്തിൻ്റെ ഒരു പൂർവ്വരൂപം മാത്രമാണ്. മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ജലപ്രളയത്തിന് കഴിഞ്ഞില്ല, അതിലത്തെ വെള്ളത്തിന് കഴിഞ്ഞില്ല. ഈ മാമോദീസയിലെ വെള്ളത്തിനെ കഴിയും. അപ്പോൾ മനുഷ്യഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുക തന്നെയാണ്. ഭൂമിയെ ശുദ്ധീകരിക്കാനൊക്കെ പ്രളയത്തിന് കഴിഞ്ഞെങ്കിലും മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, മൃഗബലികളുടെ സൗരഭ്യം ദൈവം മണത്തു നോക്കി എന്നുള്ള അർത്ഥത്തിലൊക്കെ എഴുതിയിരിക്കുന്നുവെന്ന്. അതായത് ആ പരിമളം ശ്വസിക്കുമ്പോൾ ദൈവം സംപ്രീതനാകുമെന്ന പ്രാചീന ചിന്ത ആ കാലത്തുണ്ടായിരുന്നുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പുറപ്പാട് പുസ്തകം 29:18, 29:25, ലേവ്യര് 19 അത് കാണാം. അതായത് നോഹ ബലിയർപ്പിച്ചപ്പോൾ ദൈവം ആ സൗരഭ്യം മണത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞുള്ള നമ്മളതെക്കുറിച്ച് ദൈവശാസ്ത്രം കണ്ടു കഴിഞ്ഞതാണ്. ആ ആശയം പിന്നീടും വരുന്നുണ്ട്. ഹോമബലിയുടെ പരിമളം സമാധാനത്തിൻ്റെ സൗരഭ്യമായി ദൈവം മണത്തുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ. സമാധാനത്തിൻ്റെ സൗരഭ്യമായി, ഹോമയാഗത്തിൻ്റെ പരിമളം സമാധാനത്തിൻ്റെ സൗരഭ്യമായി ദൈവം മണത്തു. അങ്ങനെ വിശുദ്ധയിൽ നല്ല വ്യാഖ്യാനാണത്. പക്ഷെ ഇതൊക്കെ ഈ അന്നത്തെ ഈ മൃഗബലികളൊക്കെ അപര്യാപ്തമായിരുന്നു. ശരിക്കും വരാനിരുന്ന എല്ലാം തികഞ്ഞ ബലിയുടെ ഒരു പൂർവ്വരൂപം മാത്രമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ദൈവകുഞ്ഞാടായ യേശുവിൻ്റെ അതുല്യമായ ബലി, അതാണ് ഈ മൃഗബലികൾക്ക് പകരം സംഭവിക്കാനിരുന്നത്. ഹെബ്രായ ലേഖനം 9:15, റോമാലേഖനം 3:23, 25 അത് കാണാം. അപ്പോൾ ഈ ബലിയുടെ പരിമളം എന്ന് പറയുന്നത് അന്നത്തെ മൃഗബലിയുടെ പരിമളമല്ല ഉദ്ദേശിക്കുന്നത്. അന്ന് അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വരാനിരുന്ന ശരിക്കുള്ള ബലിയുടെ, അതായത് ക്രിസ്തു അർപ്പിച്ച, ഒരിക്കൽ എന്നേക്കും അർപ്പിച്ച സ്വന്തം ആത്മബലിയുടെ ഒരു പൂർവ്വരൂപം മാത്രമായിരുന്നു ഈ മൃഗബലികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബലിയാണ് കർത്താവ് സ്വീകരിച്ചത്. ദൈവം മണത്തു നോക്കിയെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ബലിയാണ്. പക്ഷെ ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഈ സൗരഭ്യം എന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അത് ഇസ്രായേലിൻ്റെ ചരിത്ര പരിസരത്ത് ആണ് നമുക്ക് മനസ്സിലാകുള്ളൂ. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാശത്ത് വിരിഞ്ഞു കെട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്? ആകാശം നമ്മളൊരു ഷാമിയാന ഇടല്ലോ, ഒരു കല്യാണത്തിൻ്റെ പന്തലൊക്കെ ഇടുന്ന പോലെ, അതുപോലെ ഒരു പന്തലായിട്ടാണ് ഈ ആകാശത്തെ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിൽ ഭൂമി ചെറിയൊരു ഗ്രഹമാണ്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിലെ ദേവാലയമായിട്ടാണ് ഭൂമിയെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിക്ക് മുകളിൽ സമാഗമ കൂടാരം ഇങ്ങനെ വിരിയായിരുന്നല്ലോ, വിരി ഇങ്ങനെ വലിച്ചു കെട്ടുകയാണ്. അതുപോലെ വലിച്ചു കെട്ടിയിരിക്കുന്നതാണ് ആകാശമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആകാശമല്ല ബൈബിളിൽ ആകാശം. ഭൂമിയെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ഒരു ദേവാലയമായിട്ടാണ് കാണുന്നത്. ഭൂമി ചെറുതാണ്, ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ദേവാലയമാണ് ഭൂമി. ആ ഭൂമി ദേവാലയമായിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ആകാശത്ത് വിരിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ ഒരു സങ്കല്പത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ, ഭൂമി എന്ന ദേവാലയത്തിൽ ദുഷ്ടത വാഴാൻ തുടങ്ങിയപ്പോൾ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മളെങ്ങനെ, നമ്മൾ വെള്ളം ഒഴുക്കിയിട്ടല്ലേ ശുദ്ധീകരിക്കുക.
നമ്മൾ മുറി തുടച്ച് കഴുകും ഇല്ലേ, പള്ളി തുടച്ച് കഴുകും. അതുപോലെ ഭൂമി തുടച്ച് കഴുകാൻ വേണ്ടി ദൈവം ഒഴുക്കിയ വെള്ളമാണ് പ്രളയജലം. ഭൂമി ദേവാലയമാണ്. ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചത്തിലെ ആ ഭൂമിയിൽ അഴിമതി ഉണ്ടാകാനും ദുഷ്ടത ഉണ്ടാകാനും തുടങ്ങിയപ്പോൾ ദൈവം പ്രളയജലം ഒഴുക്കി അതിനെ ശുദ്ധീകരിച്ചു, അതിനെ തുടച്ചു നീക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ വഷളത്വം കുറഞ്ഞില്ല. മനുഷ്യന്റെ ചിന്ത ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുക. ഭൂമി കഴുകി വൃത്തിയാക്കിയെങ്കിലും ആ ഭൂമിയിലുള്ള ദേവാലയത്തിലുള്ള പുരോഹിതന്മാരായ മനുഷ്യര് അപ്പോഴും തിന്മ ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിലും നോഹ അർപ്പിച്ച ബലിയുടെ പരിമളം ഇല്ലേ, ആ പരിമളം കാരണം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നില്ലെന്നും ഇല്ലേ, ഞാനിനി ശിക്ഷിക്കില്ല. മനുഷ്യൻ ഇങ്ങനെ ബാല്യം മുതൽ തന്നെ പാപത്തിൽ ഇരിക്കുക. അപ്പൊ ഈ നോഹ അർപ്പിച്ച ബലി അത് സ്വീകരിച്ചിട്ട് ദൈവം പറയാണ്, ഇനിയിപ്പോൾ ഇവരെ ശിക്ഷിക്കണ്ട. അങ്ങനെ ശിക്ഷിക്കണം ദൈവം തീരുമാനിച്ചത് പിന്നീട് സോളമൻ ദേവാലയത്തിൽ അർപ്പിച്ചിരുന്ന ബലികളുടെ ഒരു മുന്നോടിയാണ്. പുതിയൊരു മഹാദുരന്തം ഉണ്ടാകാതെ നോക്കാൻ ആ ബലികൾക്ക് കഴിഞ്ഞുവെന്നാണ് ബൈബിളിന്റെ സങ്കല്പം. അതായത് നോഹയുടെ ബലിയുടെ സൗരഭ്യം, പിന്നീട് സോളമൻ ദേവാലയത്തിൽ അർപ്പിച്ച ബലികളുടെ സൗരഭ്യം മനുഷ്യൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളം കെട്ടി നിന്നതുകൊണ്ട് പിന്നീട് ഒരു മഹാദുരന്തം, അതായത് നോഹയുടെ കാലത്തെ പോലെ ഒരു മഹാപ്രളയം പിന്നീട് ഉണ്ടായില്ല. ഭൂമിയാകെ മൂടിക്കളഞ്ഞൊരു മഹാപ്രളയം ഉണ്ടായില്ല. കാരണം നോഹയുടെ ബലിയും പിന്നീട് സോളമൻ ദേവാലയത്തിൽ അർപ്പിച്ച ബലിയും സമാഗമ കൂടാരത്തിൽ അഹ്റോനൊക്കെ അർപ്പിച്ച ആ ബലിയുടെ പുക അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുകയും സൗരഭ്യവും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്നത് കൊണ്ട് ഒരു മഹാദുരന്തം ഉണ്ടാകാതെ അത് സംരക്ഷിച്ചു എന്നാണ്. ചുരുക്കത്തില് മോശയുടെ സമാഗമ കൂടാരം, സോളമന്റെ ദേവാലയം എന്നിവ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിന്റെ മതചരിത്രത്തിന്റെ വെളിച്ചത്തില് മനുഷ്യചരിത്രത്തെ, ഭൂമിയിലുള്ള മനുഷ്യന്റെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയാണ് ഈ മോശ എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവ്. ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആള് വളരെ മനോഹരമായ ദൈവശാസ്ത്രം തന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ മതചരിത്രം നോക്കുക. നോഹയുടെ ബലി, അതിന്റെ പരിമളം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നതുകൊണ്ട് പിന്നീട് മോശ സമാഗമ കൂടാരം പണിതപ്പോൾ അതിനകത്ത് അഹ്റോൻ ബലികൾ അർപ്പിക്കുന്നു. പിന്നെ സോളമൻ ദേവാലയം പണിതപ്പോൾ ബലികൾ അർപ്പിക്കുന്നു. അതിനൊക്കെ മുന്നോടിയാണ് നോഹയുടെ. ഇങ്ങനെയുള്ള ബലികളുടെ സൗരഭ്യം മൂലം ദൈവം ഈ മനുഷ്യരെ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. എന്നാലും അവരെ ഓർക്കുമ്പോൾ ഈ സൗരഭ്യം കാരണം ഒരു മഹാദുരന്തം, മഹാപ്രളയം ഇനി അങ്ങനൊന്നും വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ മഹാദുരന്തം ഒഴിവാക്കുന്നതിന് ഈ ബലികളുടെ സൗരഭ്യം കാരണമായി എന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്. നല്ല വ്യാഖ്യാനമല്ലേ? സൂചക വ്യാഖ്യാനം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. നമ്മളത് പിന്നീട് ഒരിക്കൽ കാണും. ഞായറാഴ്ചകളിൽ ലിറ്റർജിയെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് അത് കാണാം. സൂചക വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ടിപ്പോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ പാപത്തിന്മകളുടെ മഹാപ്രളയത്തിന് പരിഹാരമായി യേശുവാണ് യഥാർത്ഥ മഴവില്ല്. ഈ ഉടമ്പടിയുടെ, നോഹയുമുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് മഴവില്ല് ഉണ്ടല്ലോ. വെളിപാട് പുസ്തകത്തിൽ ഈ മഴവില്ല് തീർക്കുകയാണ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. അപ്പോൾ ഈ മഴവില്ല് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മഴവില്ല്, മഹാപ്രളയത്തിന് പരിഹാരമായി യേശു തന്നെയാണ് യഥാർത്ഥ മഴവില്ല് എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ ഈ പരിമളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പിന്നീട് പരിമളമല്ല, മഴവില്ലാണ്. അത് യേശു എന്ന ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ അവൻ്റെ പാപപരിഹാര ബലിയാണ് യഥാർത്ഥ മഴവില്ല്. അതാണ് സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് പുതിയ നിയമത്തിൽ കാണുക. അത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നാണ് പൗലോസൊക്കെ പഠിപ്പിക്കുന്നത്. അതാണ് ടിപ്പോളജിക്കൽ വ്യാഖ്യാനം. നമുക്കത് അടുത്ത ഞായറാഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് കേൾക്കാം. ചുരുക്കത്തിൽ ഈ മനുഷ്യൻ്റെ അന്ധക്കരണം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് ദൈവം തിരിച്ചറിയുകയും എന്നാൽ അവനെ ശിക്ഷിക്കാതിരിക്കാനുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കുകയും പിന്നെ എന്നേക്കുമായി രക്ഷ പ്രാപിക്കുന്ന സംവിധാനം തൻ്റെ മകനെ അയച്ച് ഒരുക്കുകയും ചെയ്തു. ഇതെല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്, ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ പഴയ നിയമത്തിലെ എല്ലാ സംഗതികൾക്കും ഒരു പുതിയ അർത്ഥം കൈവരികയും അതിലൂടെ എല്ലാം കർത്താവ് എന്തൊക്കെയോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പഴയ നിയമം നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റും. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഴയ നിയമം പഠിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. യേശുവിനെ മനസ്സിലാക്കാൻ പഴയ നിയമം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. അങ്ങനെ ആ ശ്രമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ വീണ്ടും 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 അപേക്ഷിക്കുകയാണ്. അങ്ങനെ ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ക്രിസ്തുവിലേക്ക് നമ്മളുടെ മനസ്സ് ഹൃദയം തിരിച്ചു വയ്ക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം.
ഏത് ഭാഗം വായിക്കുമ്പോഴോ അതിലേക്ക് തിരിച്ചു വെക്കുന്ന രീതി, ഞാൻ അങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നിങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കൂടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മറ്റുള്ളവർ പറയുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.